വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പിൽസും കഴിക്കാതെ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ വെറും 5 ദിവസം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഉറപ്പായും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ ടിപ്സ് ഒപ്പം ചെയ്തു പോകാവുന്നതാണ്. ട്രീറ്റ്മെൻറ്റും പിൽസും ഒന്നും എടുക്കാതെ ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത് മടുത്തു പോയ ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഇനി പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള നമ്മുടെ നാച്ചുറലി പറഞ്ഞു കൊടുക്കുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ഇതിനോടകം ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ പോയി ദിജൂസ് വേൾഡ് സക്സസ് സ്റ്റോറീസ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുമ്പോൾ അതിലെ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐക്കണിൽ സക്സസ് സ്റ്റോറീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ആ സക്സസ് സ്റ്റോറീസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നോക്കുക. അതിനനുസരിച്ചിട്ടുള്ള ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി എന്നോണം നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവിൽ വന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. 2 മണിക്ക് ശേഷമുള്ള സമയത്തായിരിക്കും എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കിയിട്ടിട്ടുണ്ട്. 89 രൂപയ്ക്കും 159 രൂപയ്ക്കും മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും തന്നെ നമുക്കൊരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വോയിസ് ചാറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി മാത്രമാണ് ടെലിഗ്രാം അക്കൗണ്ട്. ചാനലിൽ കയറി നോക്കിയതിന് ശേഷം ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ജോയിനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടൈപ്പ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. മെമ്പർഷിപ്പ് ഇട്ടവർക്ക് വേണ്ടിയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അത് പോസ്റ്റ് എന്ന് പറഞ്ഞ ഐക്കണിൽ കയറി നോക്കുവാണെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു യോഗ പോസിനെ പറ്റിയിട്ടാണ്. പോകലെ ആരും സ്കിപ്പ് ചെയ്ത് പോലെ കേട്ടോ. നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യോഗ പോസ് ഒരുപാട് സഹായിക്കും. ഒട്ടും പണച്ചെലവില്ലാതെ ഒരു 50 മിനിറ്റ്സ് മാത്രം ഡെയിലി നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു യോഗ ടിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേരാണ് ജെന്റിൽ സീറ്റഡ് ട്വിസ്റ്റ്. അതായത് നമ്മൾ ഇരുന്നുകൊണ്ട് ബോഡി ട്വിസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്പൈൻ റിലാക്സ് ചെയ്യുന്നതിന്, ബോഡി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് എന്നിങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് ഫിസിക്കലായിട്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ സ്പൈൻ ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ കൂടപ്പുറപ്പായിട്ടുള്ള ഒന്നാണോ നടുവേദന എന്ന് പറയുന്നത്. നടുവേദന നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു യോഗ പോസ് ചെയ്യുകയാണെങ്കിൽ സ്പൈനൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നതിനും നമ്മുടെ അപ്പർ ബാക്കും അതുപോലെ ലോവർ ബാക്കും ഒക്കെ നന്നായിട്ട് പെയിൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസാക്കി അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ബാക്ക് പെയിൻ്റെയും സയാറ്റിക്കയുടെയും കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു യോഗ പോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു യോഗ പോസ് എന്ന് പറയുന്നത്. നടുവേദന എടുത്ത് അങ്ങ് അറ്റെത്തിയ സമയത്ത് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് എനിക്ക് വേദന കുറവുണ്ടായിരുന്നു. വേദന കുറവെന്ന് പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിക്ക് മാറിപ്പോയിട്ടോ. രണ്ടാമതായിട്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഡൈജഷനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ഡോമിനൽ ഓർഗൻസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിവറിനെയും കിഡ്നീനെയും ഒക്കെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ ബ്ലോട്ടിങ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിന്റെ ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ കോർ മസിൽസിനെയും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത്, കോർ മസിൽസിന്റെ പെർഫോമൻസും ഹെൽത്തും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഈ ഒരു പോസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മെന്റലി എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു യോഗ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് നോക്കാം. നമ്മുടെ സ്ട്രെസ് നന്നായിട്ട് കുറക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റമൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. എനർജി ഫ്ലോ ശരീരത്തിലുടനീളം നന്നായിട്ടുണ്ടാകുന്നതിനും അതുപോലെ നമ്മുടെ മൂഡ്, അതായത് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി അല്ലാതെ ബാക്കി കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ഇനി ഫെർട്ടിലിറ്റിയിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ് നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എൻഡോമെട്രിയം തിക്നെസ് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ എംബ്രിയോയ്ക്ക് അവിടെ അറ്റാച്ച് ആയിട്ട് വളരാനായിട്ട് പറ്റുള്ളൂ. തിക്നെസ് വളരെയധികം കുറഞ്ഞു പോകുന്ന സിറ്റുവേഷനും തിന്നായിട്ടുള്ള എൻഡോമെട്രിയം കണ്ടീഷനും നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം ക്വാളിറ്റി
ആയിട്ടുള്ള എഗ് സ്പേം ആണെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നമുക്ക് അവിടെ പോസിബിൾ ആവില്ല. ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി പോകുന്ന കണ്ടീഷൻസ് ഉണ്ടാകും. ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും, കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായി പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓവുലേഷൻ നന്നായിട്ട് നടക്കുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പെൽവിക്കിന്റെ ഭാഗവും ലോവർ അബ്ഡമൻ ഭാഗവും ഒക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റഡ് ആകുന്നുണ്ട്. അതിനൊരു സ്ട്രെച്ചിങ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ എഫക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കീഴ്പോട്ടേക്കുള്ള പൊസിഷനിൽ അതിന്റെ എഫക്റ്റ് വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ആണ് നമുക്ക് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവയവങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷനൊക്കെ കൃത്യമായിട്ട് നടക്കാത്ത ആളുകൾ, ഇനിയിപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് ഓവുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് കൂടി ട്രൈ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നന്നായിട്ട് നടക്കും കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷന് മുൻപുള്ള സമയത്ത് മാത്രമല്ല, ആഫ്റ്റർ ഓവുലേഷൻ ടൈമിലും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ 5 days എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് പറഞ്ഞത് ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയം മുതൽ തൊട്ടടുത്തേക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പീരീഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തൊരു പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സക്സസ് റിസൾട്ട് കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. ഞാനൊരു ഡോക്ടറോ ഹെൽത്ത് കെയർ പ്രൊഫഷണലോ അല്ലാതിരുന്നിട്ട് കൂടി തന്നെയും അവർക്കൊക്കെ സക്സസ് റിസൾട്ട് കിട്ടുന്നത് ഈ ചക്ക വീണ് മുയൽ ചാവുന്ന ആ ഒരു രീതിക്കല്ല. കാരണം അവരൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടാണ്. മെഡിസിൻ എടുക്കാൻ പറ്റാത്ത ആളുകൾ, ട്രീറ്റ്മെന്റ്സിന് ഇറങ്ങാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. AMH കുറവുള്ള ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈൽ നല്ല ഹെൽത്തി ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അവർക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ട് ബിൽഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം. നമ്മുടെ ശരീരത്തിൽ ആഡ് ഓൺ ആയിട്ട് ബെനിഫിറ്റ് തരുന്ന തരത്തിലുള്ളവയായിരിക്കണം നമ്മൾ എടുക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസും. അതല്ലാതെ ഈ മൈദയിൽ ഉണ്ടാക്കിയ ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഷവർമ, അൽഫാം അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുക, അങ്ങനെയുള്ള കൂടുതൽ ബർഗർ, പിസ്സ, ഡോണറ്റ് പോലുള്ള ഐറ്റംസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നാവിന് ടേസ്റ്റ് കിട്ടാൻ മാത്രമേ ഉള്ളൂ, ശരീരത്തിലോട്ട് ഒരു ഗുണങ്ങളും കിട്ടില്ല. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ച് അവരുടെ യോഗ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് വർക്കൗട്ട്സ് ചെയ്തൊക്കെയാണ് പലരും കൺസീവ് ആകുന്നത്. ആ രീതിയിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങളും കൂടി ശ്രമിക്കുക കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ജെന്റിൽ സീറ്റഡ് ട്വിസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എവിടെയാണോ യോഗ മാറ്റ് ഉണ്ടെങ്കിൽ യോഗ മാറ്റിൽ ചമ്രം പടിഞ്ഞിരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ബെഡിലോ അല്ലെങ്കിൽ നിലത്ത് പായ വിരിച്ചിട്ടോ നിങ്ങൾ ചമ്രം പടിഞ്ഞിരിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഇരുന്നിട്ട് നിങ്ങളുടെ മുഖം, ഷോൾഡർ ഉൾപ്പെടെയുള്ള പോർഷൻ നന്നായിട്ട് തിരിച്ചിട്ട് നിങ്ങളുടെ വലതു കൈ ഇടത് മുട്ടിൻ്റെ നിലത്ത് കുത്തിയിട്ട് നേരെ തിരിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഷോൾഡറിലായിരിക്കണം. അതായത് ഇടത്തെ ഷോൾഡറിലോട്ട് നിങ്ങൾ നോക്കുക. വലത് സൈഡ് തിരിഞ്ഞ് നമ്മൾ നോക്കില്ല. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുവാണ്, ആരെങ്കിലും നമ്മളെ പുറകോട്ടേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ, പുറകോട്ടേക്ക് നമ്മൾ തോണ്ടി വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് തിരിഞ്ഞ് നോക്കില്ലേ, അതുപോലെ തന്നെ നേരെ സ്പൈൻ നല്ലതുപോലെ നിവർത്തി വെച്ചിട്ട് നടു വളയ്ക്കാതെ നടു നേരെ വെച്ചിട്ട് കൈ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് കുത്തുക. അതായത് കൈ നമ്മുടെ ഇടതേ മുട്ടിൻ്റെ കൈ അവിടെ ലോക്കാക്കി വെച്ചിട്ട് നമ്മൾ ഒരാൾ തിരിയുമ്പോൾ നമ്മൾ നോക്കില്ലേ, അതുപോലെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇടത് ഷോൾഡറിന് അങ്ങോട്ടായിരിക്കണം. ബ്രീത്ത് ഇൻ ചെയ്തിട്ട് തിരിഞ്ഞ് നോക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റിലാക്സ് ആവുക. എഗെയിൻ അപ്പുറത്തെ ഷോൾഡറിൽ നോക്കുക. അപ്പുറത്തേന്ന് പറയുമ്പോൾ നമ്മുടെ വലത്തെ ഷോൾഡറിലെ നമ്മുടെ വലത് ഭാഗത്തുനിന്ന് ഒരാൾ നമ്മളെ തോണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിയില്ലേ, അതുപോലെ നിങ്ങൾ തിരിഞ്ഞ് വലത്തെ ഷോൾഡറിൽ നോക്കുക. നിങ്ങൾ നടു നേരെ വെച്ചിട്ട് തിരിയുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ലോവർ അബ്ഡമൻ പോർഷൻ നന്നായിട്ട് സ്റ്റിമുലേറ്റഡ് ആകുന്നുണ്ട്. ഈ സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ നമ്മുടെ കോർ മസിൽസും അതുപോലെ തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു. നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിലോട്ട് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിക്കുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നടു വളയ്ക്കാനായിട്ട് പാടില്ല. ഞാനതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേയും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് കാണുമ്പോഴേക്കും ക്ലിയർ ആവും കേട്ടോ. ജസ്റ്റ് നമ്മളെ ഒരു ഇടത് ഭാഗത്തുനിന്ന് ഒരാൾ നമ്മുടെ ഷോൾഡറിൽ തോണ്ടുവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കും? തിരിഞ്ഞു നോക്കും. അതേപോലെ തന്നെ തിരിയുക. ഇത് തിരിയുന്ന സമയത്ത് ബ്രീത്ത് ഇന്നും അതുപോലെ ബ്രീത്ത് ഔട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാൻ നമുക്ക് സൗണ്ട് വരാം. കണ്ടോ, ഇപ്പോൾ ഒരു സൗണ്ട് നിങ്ങൾക്ക് വന്നില്ലേ? ആ ഒരു രീതിക്ക് നന്നായിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. റിലാക്സ് ആയിട്ട് സ്ലോലി ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ ഒരു സൗണ്ട് വന്നില്ലേ? ആ ഒരു രീതിക്ക് നിങ്ങൾ റിലാക്സ് ആയിട്ട് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്തിരിക്കുക. എഗെയിൻ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുക. അടുത്തൊരു ഷോൾഡറിൽ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നടു വളയ്ക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് അതും ചെയ്യുക. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 50 minutesോളം ചെയ്യുക.
അത് ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഭയങ്കര റീഫ്രഷ്മെന്റ് ഫീൽ ചെയ്യും. നിങ്ങളുടെ നടുവിനൊക്കെ എന്തോ ഒരു മാറ്റം സംഭവിച്ച പോലെ നിങ്ങൾക്ക് തോന്നും. അത്രമാത്രം ഫ്രഷ് ആവും. നടുവിന് ആ ഒരു ചേഞ്ചസ് തിരിച്ചറിയുമ്പോൾ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലോവർ അബ്ഡമൻ ഭാഗത്തും ആ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും. ഒട്ടും പണച്ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വീഡിയോ സൈഡിൽ പ്ലേ ചെയ്ത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുക. ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻ കേസ് ഹെഡ്ഫോൺ വെച്ചിട്ടാണെങ്കിലും നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക. ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. ഒട്ടും ചെയ്യാതിരിക്കരുതേ, നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.